നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. നമ്മുടെ വിക്സ് 20 എബോവ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു വോളറ്റിലിറ്റി ഓവർനൈറ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മേ ബി ഒരു ദിവസം ഒരു 500 പോയിൻ്റ് എബോവ് ഗ്യാപ്പ് അപ്പ് ആവാം, അതുപോലെ തന്നെ ഗ്യാപ്പ് ഡൗൺ ആവാം. ഗ്ലോബൽ താരിഫ് വാറ് നമുക്ക് അവെയറുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ റിസ്ക് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പൊസിഷൻ ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ മാർക്കറ്റ് കഴിഞ്ഞ ബുധനാഴ്ച ദിവസം ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് ഗംഭീരമായ റാലി നടത്തി. ചൈന ഒഴികെയുള്ള മറ്റ് രാജ്യങ്ങൾക്ക് മേലുണ്ടായിരുന്ന താരിഫ് ഹൈക്ക് 90 ദിവസത്തെ ഒരു പോസ് ട്രംപ് നടത്തിയതിൻ്റെ ഭാഗമായി US മാർക്കറ്റ് ഭീകരമായ റാലി. കൂടാതെ തന്നെ ഇന്നലെ ഏഷ്യൻ മാർക്കറ്റ്, ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ റാലി രേഖപ്പെടുത്തി. അതിനുശേഷമാണ് ഇന്നലെ US മാർക്കറ്റ് ഓപ്പൺ ആയതും വീണ്ടും ആ ഒരു ബീജിംഗ് താരിഫ് ഫിയർ കാരണം US മാർക്കറ്റ് ഇന്നലെ അതുപോലെ തന്നെ ഫെല്ലായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും ഫോളിങ് അവസ്ഥയിലാണ് ഉള്ളത്. എന്നാൽ നിഫ്റ്റി ഏകദേശം ഒരു 900+ പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പ് നമുക്ക് ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നത് ഒരു 400 സംതിങ് പോയിൻ്റായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ നമുക്ക് ഇന്ത്യക്കുള്ള ഉപരോധം 90 ദിവസം പോസാക്കി എന്ന് പറയുന്നത് അതൊരു പോസിറ്റീവായിട്ടുള്ള ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എത്രത്തോളം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ധാരണയില്ല. കൂടാതെ തന്നെ US നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിരുന്നു. 4 ഇയർ ലോ ഇൻഫ്ലേഷനാണ് വന്നിട്ടുള്ളത്. അത് US മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള ട്രിഗർ ആകേണ്ടതാണ്. പക്ഷേ ഈ ഒരു താരിഫ് ഹൈക്ക് കാരണം ഇപ്പോഴും ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ നെഗറ്റീവാണ്. ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള TCSൻ്റെ IT മേജർ കമ്പനിയുടെ റിസൾട്ട് വന്നു. സ്ട്രീറ്റ് എസ്റ്റിമേഷൻ ഒത്ത റിസൾട്ട് അല്ല വന്നത്. പ്രോഫിറ്റ് എല്ലാം തന്നെ 2% ഇയർ ഓൺ ഇയർ കുറഞ്ഞു. അതുകൊണ്ട് ഇന്നലെ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഒട്ടുമിക്ക ഇന്ത്യൻ IT കമ്പനീസും, ഇൻഫോസിസും വിപ്രോ ഉൾപ്പെടെയുള്ള IT കമ്പനീസും നെഗറ്റീവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അപ്പോൾ ഇന്ന് ആ ഒരു TCSൻ്റെ റിസൾട്ടിൻ്റെ അതിൻ്റെ ഒരു ഹെൽപ്പ് നിഫ്റ്റി ITയിലില്ല. കാരണം TCS അത്ര നല്ല റിസൾട്ട് അല്ല വന്നത്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നമുക്കൊന്ന് കാണാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക് ഇന്നലെ 700 പോയിൻ്റ് ഇടിഞ്ഞു. ഡോ ഇന്നലെ 1000 പോയിൻ്റ് ഇടിഞ്ഞു. എന്നാൽ യൂറോപ്യൻ മാർക്കറ്റ് ഇന്നലെ പോസിറ്റീവായിരുന്നു. അതിനുശേഷമാണ് US മാർക്കറ്റ് ഇടിഞ്ഞത്. പിന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ 470 പോയിൻ്റ് മൈനസാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് 5% ഇടിഞ്ഞു. കോസ്പി 2% ഇടിഞ്ഞു. ഓസ്ട്രേലിയ 2% ഇടിഞ്ഞു. ഗോൾഡ് ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ $3000 ഇടിഞ്ഞു എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തയിലേക്ക് നമുക്ക് പോകാം. SRF ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. SRFനെ സംബന്ധിച്ച് ഉള്ള ന്യൂസ് ഉള്ളത്, ഇവരുടെ പുതിയ അഗ്രോ കെമിക്കൽ ഫെസിലിറ്റി ഗുജറാത്തിൽ ഇവർ ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. 239 കോടി രൂപ ഉള്ള ഒരു പുതിയ ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റിയാണ് ഉദ്ഘാടനം നടത്തിയത് എന്നുള്ള ന്യൂസ്. BHEL കമ്പനി ന്യൂവോ പ്യോഗൺ എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. കംപ്രസർ മാനുഫാക്ചർ ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് BHELൻ്റെ ഈ ഒരു ധാരണയായിട്ടുള്ളത്. കോറോമണ്ടൽ ഇൻ്റർനാഷണൽ കമ്പനി സൗദി അറേബ്യയിലുള്ള മെയ്ഡൻ എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് കോറോമണ്ടൽ ഇൻ്റർനാഷണൽ ബിസിനസ് സൈൻ ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. M&Mൻ്റെ അവരുടെ പുതിയ EV BSE എന്ന് പറയുന്ന പുതിയ EV കാറിൻ്റെ എല്ലാം തന്നെ ബുക്കിംഗ് 3000 കടന്നു. 43% ബുക്കിംഗ് ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ M&Mൻ്റെ കാറുകൾ ഇപ്പോൾ നമുക്ക് നിരത്തിൽ കാണാൻ സാധിക്കും. ഒരു ഇലക്ട്രിക്കൽ കാറ് വാങ്ങാൻ പോകുന്ന ആൾ എപ്പോഴും ഒരു കൺസിഡർ ചെയ്യപ്പെടേണ്ട ഒരു വാഹനമാണ് ഇപ്പോൾ M&Mൻ്റെ പുതിയ വാഹനവും. കൂടാതെ തന്നെ ടാറ്റയുടെ കറവും പുതിയ ഡിസൈനിലൊക്കെയാണ് എത്തിയിരിക്കുന്നത്. റൈറ്റ്സ് കമ്പനി BP വേൾഡായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. സൊമാറ്റോ കമ്പനി എറ്റേണൽ എന്ന് പറഞ്ഞ പേര് മാറ്റി അത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ എറ്റേണൽ ഈവൻറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ബുക്ക് മൈ ഷോയിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യും പോലെ സൊമാറ്റോയുടെ എറ്റേണൽ നിന്ന് ഇനിയിപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അത് വലിയൊരു ചുവടുവെപ്പാണ് സൊമാറ്റോ. കാരണം ഓൾറെഡി ഇവർക്ക് ക്ലയൻറ്റ് ബേസ് ഉണ്ട്. ഫുഡ് വാങ്ങുന്ന ആളുകളുടെ അതേ ഡേറ്റാബേസ് ഇവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ പർപ്പസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആളുകൾ വേറെ ആപ്പിലേക്ക് പോവില്ല. അപ്പോൾ സൊമാറ്റോ ഈ ഒരു നടപടി
അത് പുതിയൊരു ഇന്നോവേഷനായിട്ട് മാറി വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം. ആനന്ദ് രതി കമ്പനി നെറ്റ് പ്രോഫിറ്റ്, ഇവരുടെ Q4 റിസൾട്ട് ഉണ്ടായിരുന്നു, നെറ്റ് പ്രോഫിറ്റ് 30% ഉയർന്നു എന്നുള്ള ന്യൂസ്. സെയിൻറ്റ് കമ്പനി ഇവർ ഡൂയിറ്റ്സ് എയർക്രാഫ്റ്റായിട്ട് ക്യാബിൻ ഫെസിലിറ്റി എൻഹാൻസ് ചെയ്തതിന് വേണ്ടിയിട്ടുള്ളൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസ്. ഹിന്ദുസ്ഥാൻ കോപ്പർ കമ്പനി ഇവരുടെ കോപ്പർ മൈൻ പ്രൊഡക്ഷൻ, കോലിഹാൻ പ്ലാന്റിലുള്ള ഇവരുടെ ഓവർ കോപ്പർ മൈൻ പ്രൊഡക്ഷൻ്റെ പ്രവർത്തനം പുനരാരംഭിച്ചു എന്നുള്ള ന്യൂസ്. രത്നമണി മിറ്റൽ കമ്പനി ഇവർ സൗദി ഇലക്ട്രിക് സപ്ലൈയുടെ ഒരു പുതിയ ബിസിനസ് ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഗ്യാപ്പപ്പ് എത്രത്തോളം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നമ്മൾ നേരെ സൂചിപ്പിച്ച പോലെ ധാരണയില്ല. കാരണം മാർക്കറ്റ് ഓപ്പൺ ആവാൻ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റിലുണ്ടാകുന്ന റിയാക്ഷനും ഈ പറഞ്ഞ പോലെ ആ ഒരു ടൈമിൽ റിയാക്ട് ചെയ്യപ്പെട്ടേക്കാം. നിഫ്റ്റി എല്ലാം തന്നെ ഒരു 200 പോയിൻറ്റോ 300 പോയിൻറ്റോ അപ്പോ ഡൗൺ ആവണമെങ്കിൽ നിസ്സാരം 3-4 മിനിറ്റിൽ താഴെ മതി. അതുകൊണ്ട് തന്നെ നിഫ്റ്റി അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാത്തതും ന്യൂസിൽ പരമാവധി ഉൾപ്പെടുത്താത്തതും. കാരണം നമ്മൾ പറയുമ്പോഴുള്ള നിഫ്റ്റിയുടെ വാല്യൂ ആയിരിക്കില്ല മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴുള്ള വാല്യൂ. എനിവേ, എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.